വീക്കെൻഡ് ആയതുകൊണ്ട് ആകെ മടി പിടിച്ച് എണീറ്റൊരു ദിവസമായിരുന്നു. പക്ഷേ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്കൊരു സർപ്രൈസ് കിട്ടി. ഡോർ തുറന്ന് നോക്കുമ്പോൾ സോനു എന്ന് പേര് എഴുതിയിട്ട് ഒരു ലെറ്റർ കിടക്കുന്നു. ആദ്യം ടോമിച്ചൻ വിചാരിച്ചു വല്ല ലവ് ലെറ്റർ ആണെന്ന്. ഈ പ്രായത്തിൽ ആരും ഈ ലവ് ലെറ്റർ തരാനാണ്. അപ്പം ഞാനത് തുറന്ന് നോക്കുമ്പോൾ ആകെ ഞാൻ ഞെട്ടി കേട്ടോ. കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നൊരു കാർഡ്. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ വായിച്ചപ്പോഴാണ് അറിഞ്ഞത് മുകളിൽ താമസിക്കുന്ന ഹന്ന എന്ന് പറഞ്ഞ എൻ്റെ നല്ലൊരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരി എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതിന് ഒരു കൺഗ്രാറ്റ്സിൻ്റെ കാർഡ് വെച്ച്. പിന്നെ അങ്ങോട്ട് എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു. എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞാൽ അതൊരു വലിയ കടമ്പ തന്നെയായിരുന്നു. എനിക്ക് 2 മാസം എടുത്തു ഞാൻ പാസ്സാവാൻ. 3 അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി. 4th അറ്റംപ്റ്റിലാണ് എനിക്ക് ലൈസൻസ് കിട്ടുന്നത്. ആ 4ാമത്തെ തവണ ഒരു ലൈസൻസ് കിട്ടുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഓരോ തവണ പൊട്ടുമ്പോഴും എൻ്റെ കോൺഫിഡൻസ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നിർബന്ധമായിരുന്നു മാനുവലിൽ ഞാൻ പൊട്ടിയെങ്കിൽ അതേ ടെസ്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് അതേ കാറിൽ എനിക്ക് പാസ്സാവണമെന്നുള്ളത്. അങ്ങനെ പഠിച്ചാൽ 4. എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതിൻ്റെ ഇടയിൽ ഞാൻ മാരകമായിട്ടൊരു പണിയിലാണ്. ഈ ഒരു എനർജിയിൽ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. ഞങ്ങൾ ഇടിയപ്പവും നൂൽപുട്ടും എന്നൊക്കെ പറയും. നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഫേമസ് യൂട്യൂബറായ ഷാൻജിയോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പുഴുങ്ങിയ മുട്ടയുടെ തോട് ഈസി ആയിട്ട് പൊളിക്കാൻ വേണ്ടി അത് പുഴുങ്ങാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം കളഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളം ഉടനെ ഒഴിച്ച് വെച്ചാൽ മതിയെന്ന്. ഞാനും അത് ഫോളോ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് മുട്ട പൊളിക്കാൻ പറ്റും. ഇടിയപ്പം മുട്ടക്കറിയുടെയും കൂടെ ഒരു നല്ല കോഫിയും കൂടെ ആയാൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഇനി പള്ളിയിൽ പോകണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ട് പള്ളിയിൽ പോയിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ സൺഡേ പ്ലാൻസ് എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കാണുന്നവരെ ഹാപ്പി സൺഡേ എല്ലാവർക്കും.